ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും മലിനമായ ചുറ്റുപാടിൽ വൃത്തിയായി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് തംബ്നെയിൽ വഴി ഓൾറെഡി മനസ്സിലായി കാണും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനുള്ള 8 ടിപ്സാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കൂടുതൽ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരാണ് ഈ നെഗറ്റീവ് പീപ്പിൾ? മറ്റുള്ളവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും മോശപ്പെട്ട വാർത്തകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുകയും എപ്പോഴും നിരാശയും ടെൻഷനും മാത്രം കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഈ നെഗറ്റീവ് പീപ്പിൾ നമ്മൾ പറയുന്നത്. അവർ ഒരിക്കലും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്. അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുമോ എന്നുള്ള ഭയത്താലാണ് അവരിങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ളവരുടെ സീക്രട്സും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാറില്ല. എന്ത് സന്തോഷമുള്ള കാര്യങ്ങൾ കേട്ടാലും അത് നിസ്സാരമാക്കി തള്ളുകയും ചെയ്യും, അല്ലെങ്കിൽ അത് മാറ്റി തിരിച്ച് ഒരു മോശപ്പെട്ട വാർത്തയാക്കി മാറ്റും. മറ്റുള്ളവർ ഉയരത്തിലെത്തുന്നത് തീരെ സഹിക്കാൻ പറ്റാത്തവരാണിവർ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയാൽ അവിടെ ഓടിയെത്തുകയും അല്ലെങ്കിൽ ആ വ്യക്തിയെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും തളർത്താനുള്ള വഴികൾ നോക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ സ്വഭാവമുള്ള ഒരുപാട് പേര് ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളും നിറക്കാൻ പറ്റുന്നവരാണിവർ. അപ്പോൾ അവരോടൊന്ന് സംസാരിച്ചാൽ അത് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അടുത്ത 5 ദിവസം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അവർ പറയുന്ന ഓരോ വാക്കും നമ്മുടെ മനസ്സിനെ അത്രയ്ക്ക് സ്വാധീനിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ വിജയം മാത്രമാണ്. അതുകൊണ്ട് പോയിന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സിനോട് പറയാനുള്ളത്, വീട്ടിലും കുടുംബത്തിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവരെ പേടിച്ചും വിഷമിച്ചും ജീവിക്കാതെ ലൈഫിൽ നേടാനുള്ള കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ അതിന് വേണ്ടി ഇറങ്ങുക. സ്വന്തം ലൈഫിൽ ഫോക്കസ് ചെയ്യുക. ഇത്തരം ആൾക്കാർക്കുള്ള സൈലൻ്റ് ആയിട്ടുള്ള മറുപടിയാണ് തീർച്ചയായും നിങ്ങളുടെ വിജയം. ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1, നെഗറ്റീവായുള്ള ആൾക്കാരൊത്ത് സമയം ചിലവഴിക്കാതിരിക്കുക. സംസാരം കുറക്കുക. വീട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളായിട്ട് സംസാരത്തിനും കുശലാന്വേഷണത്തിനും ഒന്നും പോവാതിരിക്കുക. നിങ്ങൾ അവരോട് മാന്യമായി മാത്രം പെരുമാറുക. മറ്റുള്ളവരെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ അവരോടൊന്നും തന്നെ പറയാതിരിക്കുക. നിങ്ങൾ നോർമലായിട്ട് സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ഏതെങ്കിലും പോയിൻ്റൊക്കെ എടുത്ത് അത് ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അവരത് ആണിപ്പോലെ കൊണ്ടുവന്ന് തറക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരോട് സംസാരം കുറക്കുക, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പരമാവധി നമ്മളായിട്ട് അങ്ങോട്ടേക്ക് കയറി സംസാരിക്കാതിരിക്കുക എന്നുള്ളതിനാണ്. അല്ലാതെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ തീരെയും മിണ്ടാതിരിക്കാൻ വേണ്ടിയല്ല. നിങ്ങളിങ്ങനെ സംസാരമൊക്കെ കുറച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അവരോട് എന്തോ താല്പര്യക്കുറവ് വന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അതവർക്ക് മനസ്സിലായാലും അവരത് കാണിക്കില്ല. അവരൊരിക്കലും പരാജയം സമ്മതിക്കാറുമില്ല. 2, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നല്ലൊരു വ്യക്തിയായാലും മാത്രമേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂ. അതുകൊണ്ട് നമ്മൾ നല്ലതാവാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവായുള്ള ഒരു കാര്യവും ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നും ഇനി മുതൽ ഞാൻ ഇങ്ങനെയാണെന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മറ്റുള്ളവർക്ക് അവരുടെ നെഗറ്റിവിറ്റി കൃഷി ചെയ്യാനുള്ള ഒരു ഇടമല്ല എൻ്റെ മനസ്സെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പം മനഃപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിൽ തന്നെ തുടരുക. നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. സ്വന്തമായിട്ടൊരു മന്ത്രം തയ്യാറാക്കുക. ഞാൻ പോസിറ്റീവ് മൈൻഡുള്ള ആളാണെന്നോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പി ആണെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. 3, നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. അതായത് നെഗറ്റീവായിട്ടുള്ള ഒരാൾ നിങ്ങളോട് എന്ത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ളത്, ആ ഒരു കാര്യത്തെ നിങ്ങൾ രഹസ്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ റിപ്ലൈ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് അവസരം കൊടുക്കേണ്ടതേയില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ രഹസ്യമായി കുതിക്കുക. 4, നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവരുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ പെരുമാറ്റ രീതി അനുസരിച്ച് പ്രൊഡക്റ്റീവായി ഡീൽ ചെയ്യാൻ ആദ്യമേ തന്നെ തയ്യാറാവുക. ഓരോരുത്തരെയും ഞാൻ ഇന്ന രീതിയിലാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുക. ചിലർ ചിരിച്ചുകൊണ്ടാണ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് പറയും, ചിലർ വളച്ചെട്ടി പറയും. അപ്പോൾ ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഓരോരുത്തരെയും ഡീൽ ചെയ്യേണ്ട രീതി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ കൂളായിരുന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുക. നിങ്ങളായിട്ടൊരു സംസാരത്തിനും പ്രശ്നത്തിനും തുടക്കമിടാതിരിക്കുക. 5, ചുറ്റുപാട് പോസിറ്റിവിറ്റി കൊണ്ടും പോസിറ്റീവായ ആൾക്കാരെ കൊണ്ടും നിറക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചുറ്റുപാട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. കുട്ടികളോട് കൂടുതൽ സംസാരിക്കുക. പോസിറ്റീവ് തോട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ നേരം സമയം ചെലവഴിക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പോലും പോസിറ്റിവിറ്റി കൊണ്ട് നിറക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കുക.
സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാം, അൺഫ്രണ്ട് ചെയ്യാം, പോസിറ്റീവ് മൈൻഡില്ലാത്ത ആൾക്കാരോട് അകലം പാലിക്കാം. അതുപോലെ തന്നെ എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആൾക്കാരുടെ പേര് ഫോണിൽ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ഹാർഡായിട്ടുള്ള ആൾക്കാരെ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ പേരിന് മുൻപിലായിട്ട് ഡി സോൺ എന്ന് ഞാൻ ചേർത്ത് വെക്കും. അതായത് നമ്മൾ അത് ഡേഞ്ചർ സോണാണ്, സംസാരിച്ച് കഴിഞ്ഞാൽ അപകടമാണ് എന്നുള്ളത് പേരിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ ചേർത്ത് വെക്കും. ഇങ്ങനെ പേര് സേവ് ചെയ്ത് വെച്ചാലുള്ള ഗുണം, നമുക്ക് അവരുടെ കോള് അല്ലെങ്കിൽ മെസ്സേജൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ആ ഒരു പേരിനോട്, അതായത് ഡി സോൺ അല്ലെങ്കിൽ ഡേഞ്ചർ സോൺ എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് വേഗം തന്നെ പ്രിപ്പയർ ആവും. അവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ അവരോട് മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നോ ഒക്കെ ഉള്ളത് നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരും. മറ്റുള്ളവരോട് പെട്ടെന്ന് തന്നെ മനസ്സ് തുറന്ന് സംസാരിച്ച് പോകുന്ന പ്രകൃതമാണ് നിങ്ങൾക്കെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. 6. എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ വേണ്ടി നിങ്ങളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് സംസാരിക്കും. അവർക്ക് നിങ്ങളെ അറിയാനിട്ടല്ല അവരങ്ങനെ സംസാരിക്കുന്നത്. അവർക്ക് വേദനിപ്പിക്കണം അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്നുള്ള ആ ഒരു മനസ്സോട് കൂടിയാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ അവരോട് കൂടുതൽ ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ ഒന്നും നമ്മൾ നിൽക്കേണ്ടതില്ല. നമ്മളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും അവരത് കേൾക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും സൈലൻ്റ് ആയിട്ട് വിജയം കൊണ്ട് മറുപടി കൊടുക്കുക. 7. നെഗറ്റീവായുള്ള ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നമ്മുടെ മനസ്സിനെ കൂളാക്കാൻ വേണ്ടി സഹായിക്കും. ജീവിതത്തിൽ പരാജയം മാത്രം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കഴിവും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ നെഗറ്റിവിറ്റിയുമായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. 8. ജേർണൽസ് തയ്യാറാക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരാളോട് സംസാരിക്കേണ്ടി വന്നു, മനസ്സാകെ അസ്വസ്ഥമായി. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരു ബുക്കിൽ അവർ പറഞ്ഞതും നിങ്ങളെ വിഷമിപ്പിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് കൂടി എഴുതി വെക്കുക. കൂടാതെ ഇനിയൊരവസരം ആ ആൾക്ക് സംസാരിക്കാൻ കൊടുക്കാതിരിക്കാനുള്ള വഴികൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 8 പോയിൻറ്റ്സ് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ അസൂയ തോന്നുന്ന വിധം നിങ്ങൾക്ക് വളരാനും കഴിയും. ഈ ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഒന്ന് ആലോചിക്കുക, നമുക്ക് അനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് തളരാൻ വേണ്ടിയല്ല, നമ്മൾ സ്ട്രോങ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ അനുഭവങ്ങളില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും പഠിക്കില്ല. അനുഭവങ്ങളെ, ദുഃഖങ്ങളെയൊക്കെ നേരിടാൻ പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.